ഹലോ. ചാപ്റ്റർ 7 നക്ലി ഹീരെ. നക്ലി ഹീരെ എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള ഡയമണ്ട്സ്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഇതൊരു ചിത്രകഥയാണ്. എന്താണ് ചിത്രകഥ? പിക്ചേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ ഓരോ ആളുകൾ ഡയലോഗ് ഒക്കെ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഒരു രാജാവിന്റെ കഥയാണ്. എവിടത്തെയാണ്? കാനൻപൂരിലുള്ള ഒരു രാജാവ്. ആ രാജാവിന് ഒരേ ഒരു മകനേ ഉള്ളൂ. രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത രാജാവാവേണ്ടത് ആരാണ്? അവരുടെ മകനാണല്ലേ. ഒരേ ഒരു മകനേ ഉള്ളൂ. അപ്പോ ഈ രാജാവ് വിചാരിക്കുക, ഞാൻ വയസ്സനായി പോയല്ലോ, ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മകനല്ലേ രാജാവാവേണ്ടത്. നല്ലൊരു രാജാവാവണമെങ്കിൽ രാജാവിന് നല്ലൊരു ഉപദേശകനും അവരുടെ കൂടെ നിൽക്കാൻ ബുദ്ധിമാനായ മന്ത്രിയും ഒക്കെ വേണം അല്ലെ. അപ്പൊ രാജാവിന്റെ മകന് നല്ലൊരു ഉപദേശകനെ കിട്ടണം. അതിന് എന്താ ചെയ്യാ? ആ കാര്യങ്ങളാണ് ഈ സ്റ്റോറിയിലുള്ളത്. രാജാവിന് നല്ലൊരു ഉപദേശകനെ എവിടുന്നാ കിട്ടുകയെന്ന് നമുക്ക് നോക്കണ്ടേ? നോക്കാം. काननपुर के बुद्धिमान और वृद्ध राजा का एक ही बेटा था. കാനൻപൂർ ആണ് സ്ഥലത്തിന്റെ പേര്. ബുദ്ധിമാൻ ഇന്റലിജന്റ് ആയിട്ടുള്ള और വൃദ്ധ വയസ്സായിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള രാജാക്ക ഏക് ഹി ബേട്ടാ था. ഒരേ ഒരു മകനായിരുന്നു ഉണ്ടായിരുന്നത്. രാജാവ് വിചാരിക്കുകയാണ്, मैं अधिक दिन जीवित नहीं रहूंगा. मुझे अपने पुत्र के लिए कोई സലാഹ്കാർ ढूंढना चाहिए. ഞാൻ അധിക കാലം ഇനി ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. ഇപ്പോഴേ ഞാൻ ഓൾഡായി. മുझे अपने पुत्र के लिए, എന്റെ മകന് വേണ്ടി കോയി സലാഹ്കാർ, അയാളുടെ കൂടെ നിന്ന് അഡ്വൈസ് ചെയ്യാനുള്ള ഒരു അഡ്വൈസറെ ढूंढना चाहिए, കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. सो एक सुबह उसने सब दरबारियों को दरबार में बुलाया. രാജാവിന്റെ ദർബാറിൽ കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ, ബുദ്ധിമാന്മാരായ ആളുകൾ ഉണ്ടാവും. അപ്പൊ രാജാവ് അവരെയൊക്കെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള നല്ല ഒരാളെ തന്നെ മകന് വേണ്ടി കണ്ടുപിടിക്കണം എന്നാണ് രാജാവ് വിചാരിച്ചത്. मैं आप सबसे एक प्रश्न पूछना चाहता हूँ. രാജാവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. कृपा करके स्पष्ट उत्तर दीजिए. എല്ലാരും കൃത്യമായിട്ടുള്ള ഉത്തരം തരണം. प्रश्न है, क्या मैं बुद्धिमान और ईमानदार राजा हूँ? രാജാവ് അവരോട് ചോദിച്ച ചോദ്യം എന്താ? ഞാനൊരു ബുദ്ധിമാനായിട്ടുള്ള ഓണസ്റ്റ് ആയിട്ടുള്ള രാജാവാണോ? ഒരു രാജാവ് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവിടെ ദർബാറിലുള്ള ആളുകൾ ഒരു നിമിഷം ഡൗട്ട് അടിക്കും അല്ലെ, ഇതിനിപ്പോ എന്തുത്തരാ തരിക? രാജാവ് മോശമായിട്ടുള്ള ആളാന്ന് പറഞ്ഞ രാജാവിന് ദേഷ്യം വരില്ലേ? അപ്പൊ രാജാവ് ഇവരെ ശിക്ഷിക്കില്ലേ? അങ്ങനെയൊക്കെ കരുതിക്കൊണ്ട് സബ് ദർബാരിയോനെ ബാരി ബാരി സെ യഹി ഉത്തർ ദിയ. എല്ലാ ആളുകളും ഒരേ ഉത്തരം തന്നെയാണ് കൊടുത്തത്. എന്താണ് ആ ഉത്തരം? निसंदेह महाराज, संसार में आप सा बुद्धिमान और ईमानदार राजा और कोई नहीं है. നിസന്ദേഹ് എന്ന് പറഞ്ഞ നോ ഡൗട്ട്, നോ ഡൗട്ട് മഹാരാജ്, ഈ ലോകത്തിൽ തന്നെ നിങ്ങളെക്കാളും ബുദ്ധിമാനും നിങ്ങളെക്കാളും ഓണസ്റ്റ് ആയിട്ടുള്ള വേറെ ഒരു രാജാവും ഇല്ല എന്നാണ് എല്ലാരും ഉത്തരം പറഞ്ഞത്. ഹർ ദർബാരിക്കോ രാജാനെ ഏക് ഏക് ഹീര ദിയ. ഈ ഉത്തരം കേട്ട് കഴിഞ്ഞപ്പോ രാജാവ് എല്ലാവർക്കും ഓരോ ഡയമണ്ട്സ് വീതം കൊടുത്തു. ആപ്കെ ഉത്തർ കെ ലിയെ ധന്യവാദ്. നിങ്ങളുടെ ഉത്തരത്തിന് താങ്ക്സ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഡയമണ്ട്സ് കൊടുത്തു. നോക്കി അവരുടെ ഒരു സന്തോഷം. ഡയമണ്ട്സ് കിട്ടി എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയി. സബി ദർബാരി പ്രസന്ന ഹോക്കർ ചലേ ഗയേ. അവരൊക്കെ ഹാപ്പി ആയിട്ട് തിരിച്ചുപോയി. पर एक दरबारी चुपचाप एक कोने में खड़ा रहा. അപ്പോഴാണ് രാജാവ് ശ്രദ്ധിച്ചത്, എല്ലാരും പോയതിനു ശേഷം ഒരാൾ മാത്രം, ദർബാരിയിൽ ഒരാൾ മാത്രം ചുപ്ചാപ്പ് സൈലന്റ് ആയിട്ട് കോനേമേ ഒരു കോർണറിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. ആ ചുപ് ക്യോ ഹേ, നിങ്ങൾ എന്തുകൊണ്ടാ മിണ്ടാതിരിക്കുന്നേ? നിങ്ങൾ എന്താ ഉത്തരം ഒന്നും പറയാത്തതെന്ന് രാജാവ് ചോദിക്കുക. ആപ്കാ ഉത്തർ ക്യാ ഹേ, നിങ്ങളുടെ ഉത്തരം എന്താണ്? അപ്പൊ അയാള് പറഞ്ഞു, മഹാരാജ് ദൂസറോ ने तो आपको प्रसन्न करने वाला उत्तर दिए. മറ്റുള്ളവരൊക്കെ രാജാവിനെ സന്തോഷിപ്പിക്കാനുള്ള ഉത്തരമാണ് തന്നത്. കാരണം രാജാവ് വളരെ നല്ല ആളാണ്, ലോകത്തിലും വെച്ച് ഏറ്റവും നല്ല ആളാണെന്ന് പറഞ്ഞ രാജാവിന് സന്തോഷാവില്ലേ? അപ്പൊ മറ്റുള്ളവരൊക്കെ നിങ്ങളെ ഹാപ്പി ആക്കാനുള്ള ഉത്തരമാണ് തന്നിരിക്കുന്നത്. പർ ക്ഷമാ കീജിയേ, പക്ഷെ എന്നോട് ക്ഷമിക്കൂ. മേരാ ഉത്തർ വൈസാ നഹീ ഹേ, എന്റെ ഉത്തരം അങ്ങനെയല്ല. രാജാവ് പറയാ, ഫിർ ബി ഓക്കെ, അങ്ങനെയാണെങ്കിലും ഹം സുന്നാ ചാത്തേ, പറയൂ എനിക്ക് കേൾക്കണം.
इसमें कोई संदेह नहीं महाराज कि आप बुद्धिमान और ईमानदार है. അദ്ദേഹം എന്താ പറയുന്നത്? ഒരു ഡൗട്ടും ഇല്ല, നിങ്ങൾ ബുദ്ധിമാനും ഓണസ്റ്റും ഒക്കെ തന്നെയാണ്. पर आपसे भी श्रेष्ठ राजा हो चुके हैं जो बुद्धिमान और ईमानदारी में आपसे बढ़ चढ़कर दे. എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ബുദ്ധിമാനായ രാജാവ് തന്നെയാണ്, പക്ഷേ അതിനർത്ഥം ഈ ലോകത്തിൽ ഇതുവരെ നിങ്ങൾ അത്രയും ബുദ്ധിമാനായ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല എന്നല്ല. മുമ്പും പല രാജാക്കന്മാരും ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ബുദ്ധിമാനിയിലും ഇമാൻദാരിയിലും ഒക്കെ ആപ്സെ ബഡ് ചഡ്കർ, നിങ്ങളെക്കാളും വളരെയധികം കൂടുതലായിട്ടുള്ളവർ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇദ്ദേഹം വളരെ ബുദ്ധിമാനായ ഒരാളാണ് അല്ലേ? കാരണം എന്താ? അദ്ദേഹം രാജാവിന് ബുദ്ധിമാനല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. രാജാവിനെ വളരെ റെസ്പെക്റ്റോടെ പറഞ്ഞു, നിങ്ങൾ ബുദ്ധിമാനാണ്, പക്ഷെ ലോകത്തിലും വെച്ച് ഏറ്റവും ബുദ്ധിമാനായ, ഇതുവരെ ഉള്ളതിലും വെച്ച് ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ആള് നിങ്ങളല്ല, നിങ്ങളെക്കാളും ബുദ്ധിമാനായിട്ടുള്ള ആൾക്കാരും മുന്നേ ഉണ്ടായിട്ടുണ്ട്. ഇത് കേട്ടപ്പോ രാജാവിന് സന്തോഷമായി. നോക്കിയേ, രാജാവ് ദേഷ്യപ്പെട്ടില്ല, രാജാവ് ചിരിക്കുകയാണ്. ഹമേ ആപ്ക ഉത്തർ സുൻകർ ബഹുത് പ്രസന്നത ഹുയി. എനിക്ക് നിങ്ങളുടെ ഉത്തരം കേട്ടപ്പോ വളരെയധികം സന്തോഷം തോന്നി. യേ ലോ ആപ്ക ഹീര. ഓക്കെ, നിങ്ങളുടെ ഡയമണ്ടും എടുത്തോളൂ, നിങ്ങളുടെ ഉത്തരം വളരെ നല്ലതാണ് എന്ന് രാജാവ് പറഞ്ഞു. അഗ്ലി സുബ് काननपुर के सारे दरबारी दरबार में वापस आए. നെക്സ്റ്റ് ഡേ മോർണിംഗ് അഗ്ലി സുബ എല്ലാ ദർബാരിയും രാജാവിന്റെ ദർബാറിലേക്ക് തിരിച്ചു വന്നു. വാപ്പസായേ. മഹാരാജ്, हमने इन हीरों की जांच जोहरी से करवाई. पता चला कि सारे हीरे तो नकली है. എന്താ ഇവരുടെ പ്രശ്നം? ഇവർക്ക് എല്ലാവർക്കും രാജാവ് ഒരു ഡയമണ്ട്സ് വീതം കൊടുത്തിട്ടുണ്ടല്ലേ? അവര് അതും കൊണ്ട് ജോഹരി, ജോഹരി എന്ന് പറഞ്ഞാൽ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആള്, അല്ലെങ്കിൽ ജ്വല്ലറി ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അതിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ് ജോഹരി. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഡയമണ്ടിന് എത്ര പൈസ കിട്ടും, ഇതിന്റെ വില എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എല്ലാരും ഡയമണ്ട് ഒക്കെ കിട്ടിയ പാടെ നേരെ ജോഹരിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ഇതിന് എത്ര വില കിട്ടുമെന്ന് ചോദിച്ചു. പതാച്ചലാക്കി, അപ്പോഴാണ് മനസ്സിലായത് സാരെ ഹീരത്തും നക്ലി ഹേ, തന്നിരിക്കുന്ന ഹീരയൊന്നും ഒറിജിനൽ ഹീരയല്ല, അല്ലെങ്കിൽ ഒറിജിനൽ ഡയമണ്ട് അല്ല, ഡയമണ്ട് പോലെ തോന്നുന്ന വെറും ഫേക്ക് ഡയമണ്ട്സ് ആണ് രാജാവ് അവർക്ക് കൊടുത്തത്. ആപ്നെ ഹമാരെ സാത്ത് ഏസാ ക്യോം കിയാ മഹാരാജ്. അവർക്ക് ആകെ വിഷമമായിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാ രാജാവ് ഞങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ ചെയ്തത്? ടെഹരിയെ മേ സംസാത്താവും. എല്ലാരും ഒരു സൈഡിലേക്ക് മാറി നിൽക്കും, ഞാൻ മനസ്സിലാക്കി തരാം. ആപ് സബ്നെ മേരെ പ്രശ്ന കാ ജൂട്ടാ ഉത്തർ ദിയാ. ഞാൻ നിങ്ങളോടൊക്കെ ചോദിച്ച ചോദ്യത്തിന് നിങ്ങളൊക്കെ റോങ് ആയിട്ടുള്ള, തെറ്റായിട്ടുള്ള ഉത്തരമാണ് തന്നത്. ഇസ്ലിയെ ഹീരേ ബി ആപ്കോ നക്ലി ദിയേഗേ. നിങ്ങൾ തെറ്റായ ഉത്തരം തന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫേക്ക് ആയിട്ടുള്ള ഡയമണ്ട്സ് തന്നു. പർ ഇസ് നൗജവാൻ, ഈ ഒരാള് മാത്രം സീതാ സാദാ ഉത്തർ ദിയ, കറക്റ്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള ഉത്തരമാണ് തന്നത്. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വെറുതെ കള്ളം പറഞ്ഞതല്ല, ശരിയായ ഉത്തരം ഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഇസ്ലിയെ ഇസെ അസ്ലി ഹീര ദിയാ ഗയാ. അപ്പൊ ഈ ഒരാൾക്ക് മാത്രമാണ് ഒറിജിനൽ ഡയമണ്ട്സ് കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹം കറക്റ്റ് ആൻസർ പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹത്തിന് മാത്രമാണ് ഒറിജിനൽ ഡയമണ്ട്സ് കൊടുത്തിരിക്കുന്നത്. और मेरे बाद यही मेरे बेटे का വിശ്വസ്ത സലാഹക്കാർ രഹേഗ. അത് മാത്രമല്ല, എനിക്ക് ശേഷം, അതായത് ഞാൻ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ രാജാ പദവി ഒഴിവാക്കുമ്പോഴോ എന്റെ മകൻ രാജാവുമല്ലോ. അപ്പൊ എന്റെ മകന്റെ വിശ്വസ്തനായ ഉപദേശകൻ, അഡ്വൈസർ ആയിട്ട് ഇയാളെ ഞാൻ നിയമിച്ചിരിക്കുന്നു. മറ്റുള്ളവരൊക്കെ നോക്കി, അവരുടെ ഫേസ് ഒക്കെ നോക്കി അവർ ഞെട്ടിപ്പോയി. അവര് രാജാവ് ഒരു ചോദ്യം ചോദിച്ചപ്പോ രാജാവിനെ സന്തോഷിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ച് വെറും തെറ്റായ ആൻസർ ആയിരുന്നു പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് പേടിക്കാതെ സത്യസന്ധനായിട്ട് ആൻസർ പറഞ്ഞ ആൾക്ക് കണ്ടില്ലേ, ഒറിജിനൽ ഡയമണ്ടും കിട്ടി, രാജാവിന്റെ ദർബാറിൽ ഏറ്റവും നല്ലൊരു പൊസിഷനും കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ എപ്പോഴും സത്യം മാത്രമേ പറയാവുള്ളൂ. നീര ബെനേഗൽ, നീര ബെനേഗൽ ആണ് ഇതിന്റെ ഓഥർ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന്റെ കുറച്ച് വേർഡ് മീനിങ്സ് നോക്കിയാലോ? ഫസ്റ്റ്, ബുദ്ധിമാൻ, വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ആളാണ് ബുദ്ധിമാൻ ആയിട്ടുള്ള ആള്. വൃദ്ധ്, വൃദ്ധ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ആയിട്ടുള്ള, ഏജ്ഡ് ആയിട്ടുള്ള ആളാണ് വൃദ്ധ്. ദർബാരി, കോട്ടിയർ, രാജാവിന്റെ
കോർട്ടിലുള്ള കോർട്ടിയേഴ്സിനെയാണ് ദർബാരി എന്ന് പറയാം. ദർബാർ കിങ്സ് കോർട്ട്. സലാഹക്കാർ അഡ്വൈസർ ഓർ കൗൺസിലർ. സ്പഷ്ട് ക്ലിയർ ആയിട്ട് പറയാം. ഉത്തർ ആൻസർ ഓർ റിപ്ലൈ. നിസന്ദേഹ് വിത്തൗട്ട് എനി ഡൗട്ട്, ഒരു ഡൗട്ടും ഇല്ലാതെ, ഒരു സംശയവും ഇല്ലാതെ. ഇമാൻദാർ ഓണസ്റ്റ്, ഓണസ്റ്റ് ആയിട്ടുള്ള ആളുടെയാണ് ഇമാൻദാർ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. പ്രസന്റ്, പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പി, പ്ലീസ്ഡ്. കോന കോർണർ. ചുപ്ചാപ്പ് സൈലന്റ്ലി. ക്ഷമ കീജിയെ പ്ലീസ് ഫോർഗിവ്. ശ്രേഷ്ഠ സുപ്പീരിയർ, ദ ബെസ്റ്റ്, എല്ലാരെക്കാട്ടും ശ്രേഷ്ഠമായ രാജാവ് നിങ്ങളാണെന്നാണ് അല്ലേ അവര് പറഞ്ഞത്. ബഡ് ചഡ്കർ ബിയോണ്ട് മോർ ദാൻ. ബഡ് ചഡ്കർ എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല, നിങ്ങളെക്കാളും നന്നായിട്ടുള്ള ആളുകളും ലോകത്ത് വേറെയും ഉണ്ടായിരുന്നു. വാപ്പസ് ബാക്ക് തിരിച്ചു വരിക. ജോഹരി ജ്വല്ലർ. നക്കലി ഫേക്ക്. അസ്ലി റിയൽ. ടെഹരിയെ എന്ന് പറഞ്ഞാൽ എന്താ, വെയിറ്റ് അല്ലെങ്കിൽ നിൽക്കൂ. ജൂട്ട ഫാൾസ്. സീതാ സാദാ സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആള്. വിശ്വസ്ത് ട്രസ്റ്റ് വർത്തി, വിശ്വസ്തനായ ആള്. ഹീര ഡയമണ്ട്. പ്രസന്നത ഹാപ്പിനെസ്. ഘോഷണ അനൗൺസ്മെന്റ് ഓർ ഡിക്ലറേഷൻ. പ്രശ്ന ക്വസ്റ്റ്യൻ. ഉത്തർ ദേന ടു ആൻസർ, ആൻസർ ചെയ്യാം. ഇനി നമുക്കിതില് കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സസൈസ് വളരെ ലോങ് ആണ്, മുഴുവനായിട്ട് ചെയ്യാനുള്ള ടൈം നമുക്കില്ലാത്തത് കൊണ്ട് ചെറിയൊരു പോർഷൻ മാത്രം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ബാത്ചീത് കെ ലിയെ राजा ने अपने पुत्र का सलाहकार किसे और क्यों चुना? ഈ ചാപ്റ്ററിൽ രാജാവ് തന്റെ മകൻ രാജാവാകുമ്പോ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു അഡ്വൈസറെ സെലക്ട് ചെയ്യായിരുന്നു. അത് എങ്ങനെയാണ് സെലക്ട് ചെയ്തത്, ആരെയാണ് സെലക്ട് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. राजा ने एक नवयुवक दरबारी को अपने पुत्र का सलाहकार चुना. ആരെയാണ്? ഒരു നവയുവക്, ഒരു യങ് ആയിട്ടുള്ള ഒരു ദർബാരി. क्योंकि उसने राजा के प्रश्न का सच्चा और सीधा उत्तर दिया. കാരണം രാജാവ് ചോദിച്ച ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ളയും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളയും ഉത്തരം തന്നിരുന്നത് അയാളാണ്. വ ഇമാൻദാർ और बुद्धिमान था. नेक्स्ट क्वेश्चन. दरबारियों ने राजा के उपहार की जौहरी से तुरंत जांच करवाई. इससे उनके बारे में कौन कौन सी बातें पता चलती है? രാജാവ് അദ്ദേഹത്തിന്റെ കോർട്ടിയേഴ്സിന് ഒരു ഗിഫ്റ്റ് കൊടുത്തു. ആ ഗിഫ്റ്റ് ഉടനെ തന്നെ അവർ കൊണ്ടുപോയിട്ട് ജോഹറിന്റെ അടുത്ത് കാണിച്ച് അതിന്റെ വില എന്താണെന്ന് അന്വേഷിച്ചില്ലേ? ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതുകൊണ്ട് അവരുടെ ഏതൊരു ക്യാരക്ടറിനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? इसे पता चलता है कि दरबारी राजा पर पूरा विश्वास नहीं करते थे. രാജാവ് കൊടുത്തൊരു സമ്മാനം അത് നക്ലിയാണോ ഒറിജിനൽ ആണോ, അതിന് എന്ത് വില വരുന്നൊക്കെ ഒരു ജ്വല്ലറിന്റെ അടുത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്തതിലൂടെ അവർക്ക് രാജാവിന് പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. വേ ലാൽചി ഓർ സന്ദേഹ് കർണേ വാലേ ഥേ. അവര് അത്യാഗ്രഹികളും, അതായത് ഗ്രീഡിയും, അതുപോലെ തന്നെ സന്ദേഹ് കർണേ വാലേ, രാജാവിനെ ഡൗട്ട് അടിക്കുന്ന ആളുകളുമായിരുന്നു. വേ രാജാ കെ പ്രശ്നോं के उत्तर केवल ഉപഹാർ പാനെ കെ ലിയെ ദിയേ ഥേ. അവര് രാജാവിന്റെ ചോദ്യത്തിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് ഫുൾ ഹാർട്ടഡോടെ ആയിരുന്നില്ല. ഇങ്ങനെ രാജാവിനെ പ്രശംസിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല സമ്മാനം കിട്ടുന്ന ഉറപ്പുള്ളത് കൊണ്ട് പറഞ്ഞതായിരുന്നു. नवयुवक दरबारी राजा का प्रश्न सुनकर भी चुपचाप क्यों खड़ा था? രാജാവ് ചോദ്യം ചോദിച്ചത് കേട്ട് മറ്റുള്ളവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടും ഈ ഒരു നവയുവക് ദർബാരി ചുപ്ചാപ്പ് ഒരു കോർണറിൽ ഇരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒന്നും പറയാതിരുന്നത്? വ ദർബാരി സച്ച ആത്മീ ഥാ. അയാളൊരു സത്യസന്ധനായ മനുഷ്യനായിരുന്നു. രാജാക്കോ പ്രസന്ന കർണേ കെ ലിയെ झूठ नहीं बोलना चाहता था. രാജാവിനെ ഹാപ്പിയാക്കാൻ വേണ്ടി കള്ളം പറയാൻ അയാൾ തയ്യാറായിരുന്നില്ല. इसलिए वह चुपचाप खड़ा रहा. അതുകൊണ്ടാണ് അയാൾ മിണ്ടാതെ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്നത്. चित्रकथा के अनुसार काननपुर का राजा बहुत बुद्धिमान था. क्या आप इस बात से सहमत हैं? आपको ऐसा क्यों लगता है?
ഈ ചിത്രകഥയ്ക്ക് അനുസരിച്ച് കാനൻപൂരിലെ രാജാവ് വളരെ ബുദ്ധിമാനായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഈ കഥ വായിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ബുദ്ധിമാനായിരുന്നു എന്ന്? ഹാ, मैं सहमत हूँ. എനിക്ക് തോന്നുന്നുണ്ട് രാജാവ് ബുദ്ധിമാനായിരുന്നു. राजा ने दरबारियों की सच्चाई परखने के लिए ഹീറോ की പരീക്ഷ ली. കോർട്ടിയേഴ്സിന്റെ സത്യസന്ധത മനസ്സിലാക്കാൻ വേണ്ടി ഡയമണ്ടിന്റെ ഒരു പരീക്ഷ നടത്തി. उसने चालाकी से ये जाना कि कौन ईमानदार है. രാജാവിന്റെ ബുദ്ധിശക്തി കൊണ്ട് എന്ത് മനസ്സിലാക്കി? ചുറ്റുമുള്ള കോട്ടേഴ്സിൽ ആരാണ് ഏറ്റവും ഓണസ്റ്റ് ആയിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ആളെന്ന്. ഇസേ ഉസ്കി ബുദ്ധിമാനി സാബിത് ഹോത്തി ഹേ. ഈ ഒരു ചോദ്യവും ആ ഒരു പ്രവൃത്തിയും രാജാവ് ചെയ്തതിലൂടെ രാജാവ് വളരെ ബുദ്ധിമാനായ ആളാണെന്ന് പ്രൂവ് ആവുന്നുണ്ട്. जब राजा ने अपने पुत्र के सलाहकार की घोषणा की तब सभी दरबारियों को कैसा लगा होगा? उन्होंने क्या क्या सोचा होगा? ലാസ്റ്റ് രാജാവ് പറഞ്ഞു, ഈ ഒരു യങ് മാൻ, ഇയാളാണ് ഇനി മുതൽ എൻ്റെ മകന്റെ ഉപദേശകനായിട്ട് അല്ലെങ്കിൽ കൗൺസിലർ ആയിട്ടൊക്കെ പ്രവർത്തിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയപ്പോൾ ബാക്കിയുള്ള ദർബാരിയൊക്കെ എന്തായിരിക്കും പെട്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടാവുക? അവരുടെ മനസ്സിൽ കൂടി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പോയിട്ടുണ്ടാവുക? സബി ദർബാരി ആശ്ചര്യചകിത് ഓർ ശർമിന്ദ ഹുए होगे. ഓ, രാജാവ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ മറ്റുള്ളവർ ശരിക്കും നാണം കെട്ടു പോയിട്ടുണ്ടാവും, അല്ലെ അവർ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവും. അയ്യോ, ഇതിനു വേണ്ടിയായിരുന്നു രാജാവ് ഈ ഒരു ചോദ്യം ചോദിച്ചത്. उन्हें लगा होगा कि उन्होंने राजा को खुश करने के लिए झूठ बोलकर गलती की. രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കള്ളം പറയണ്ടായിരുന്നു എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. उन्हें अपने लालच पर पश्चाताप हुआ होगा. ഞങ്ങൾ ഈ ഒരു ഗ്രീഡിനെസ് കാണിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് ശരിയായില്ല, മോശം കാര്യമായി പോയി എന്ന് തോന്നിയിട്ടുണ്ടാവാം. सोचिए और लिखिए. ചിത്രകഥാ के दिए गए अंश को ध्यान से देखिए. ആ ഒരു ചിത്രകഥയിൽ നിന്നെടുത്ത ഒരു പീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. इस अंश के बारे में अपने समूह में चर्चा कीजिए. ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ഈ ഒരു ചിത്രകഥയെ പറ്റി, ഈ ഒരു പീസിനെ പറ്റി നിങ്ങൾ ഒരു ചർച്ച ചെയ്യുക. अब नीचे दिए गए प्रश्नों के उत्तर अपनी लेखन पुस्तिका में लिखिए. ഇതിനെ പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരം നിങ്ങൾ സ്വയം എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രകഥാ के इस अंश में कुल कितने चित्रखंड है? ചിത്രഖണ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ചിത്രത്തിന്റെ പീസ്. ഇവിടെ എത്രയാണുള്ളത്? വലിയൊരു ചിത്രമുണ്ട്, ഇവിടെ ഒരു കുഞ്ഞു പീസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇതിന്റെ പുറത്ത് വേറൊരു ചിത്രവും ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 3 അല്ലെ? 3 ചിത്രഖണ്ഡ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യഹാ മുഖ്യ പാത്ര കോൺ കോൺ ഹേ? ഈ ഒരു പീസിൽ മുഖ്യമായിട്ട് മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? രാജാവുണ്ട്, പിന്നെ ഒരു നവയുവക് ഉണ്ട്, പിന്നെ മറ്റു ദർബാരികളും ഉണ്ട് അല്ലെ? അപ്പൊ യഹാ രാജ, ദർബാരി और നവയുവക് ദർബാരി മുഖ്യ പാത്ര ഹേ. അടുത്തത്, ബീച്ച് വാലെ ചിത്രഖണ്ഡ് മേ ക്യാ ഹോ രഹാ ഹേ? ഇവിടെ ഈ മിഡിലിൽ കൊടുത്തിരിക്കുന്ന ചെറിയ ചിത്രഖണ്ഡില് എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? बीच वाले चित्रखंड में दरबारी हीरे मिलने से प्रसन्न हो रहा है. ഒരു ദർബാരിക്ക് രാജാവ് ഹീരെ കൊടുത്തു. അപ്പൊ ഈ ഒരു ചിത്രഖണ്ഡിൽ കാണിക്കുന്നത് അയാൾ ഭയങ്കര ഹാപ്പിയായി അത് കിട്ടിയപ്പോ. यहाँ केवल चित्रों को देखकर कौन कौन सी बातें पता चल रही है? ഇവിടെ ഈ എഴുതിയിരിക്കുന്നതൊന്നും നോക്കാണ്ട് ചിത്രം മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്? चित्रों को देखकर पता चलता है कि एक दरबारी ने राजा के प्रश्न का उत्तर दिया तो राजा ने उसे हीरा दिया. एक नवयुवक दरबारी चुपचाप खड़ा है और राजा उसके उत्तर के बारे में जानना चाहता है. ഈ ഒരു ചിത്രങ്ങൾ നോക്കി എന്ത് മനസ്സിലാവും? രാജാവ് ഒരു ദർബാരി ഉത്തരം പറഞ്ഞപ്പോ അയാൾക്ക് ഡയമണ്ട്സ് കൊടുക്കുന്നുണ്ട്. ആ ഡയമണ്ട്സ് കിട്ടിയപ്പോൾ അയാൾ ഹാപ്പി ആയി. അതുപോലെ ഇവിടെ ഒരു നവയുവക് ആദ്മി മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അയാളുടെ ഉത്തരം എന്താണെന്ന് കേൾക്കാൻ രാജാവ് ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. इस चित्रकथा का नाम नकली हीरे क्यों रखा गया है? ഈ ഒരു ഫുൾ സ്റ്റോറിയുടെ ഹെഡിങ് തന്നെ
നക്ലി ഹീരെ എന്ന് കൊടുത്തത് എന്തുകൊണ്ടായിരിക്കും? आप भी इस चित्रकथा का कोई उपयुक्त शीर्षक दीजिए. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കാൻ പറ്റുമോ? इस चित्रकथा का नाम नकली हीरे इसलिए रखा गया है क्योंकि जो दरबारी इनाम पाने के लिए झूठा उत्तर दिया उसे नकली हीरा दिया. ഇവിടെ കള്ളം പറഞ്ഞ ഒരാൾക്കാണ് ഫേക്ക് ആയിട്ടുള്ള ഡയമണ്ട്സ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറിയുടെ പേര് നക്ലി ഹീരെ എന്ന് പറഞ്ഞത്. ഇനി ഇതല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമാൻദാരി കി പരീക്ഷ, ഇമാൻദാരി ക കീമത്ത് അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇമാൻദാരി എന്ന് പറഞ്ഞാൽ സത്യസന്ധതയുടെ ഒരു ടെസ്റ്റ് നടത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ സത്യസന്ധതയുടെ വാല്യൂ എന്താണ്, അങ്ങനെയൊക്കെയുള്ള പേരുകൾ. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്വയം പേര് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൊടുക്കാം. राजा ने नकली हीरो का പുരസ്കാർ കിനെ ഓർ ക്യോ ദിയ. രാജാവ് ആർക്കാണ് ഫേക്ക് ഡയമണ്ട്സ് കൊടുത്തിരുന്നത്? राजा ने हीरो का इनाम उन दरबारियों को दिया जिन्होंने झूठ बोले या नकली उत्तर दिए. കള്ളം പറഞ്ഞതോ അല്ലെങ്കിൽ ശരിയല്ലാത്ത ഉത്തരം പറഞ്ഞതോ അയച്ചുള്ള ആളുകൾക്കാണ് രാജാവ് ഫേക്ക് ഡയമണ്ട്സ് കൊടുത്തത്. താക്കി ഉൻകെ ഇമാൻദാരി ഓർ ലാലച്ച് കി പരീക്ഷ ലീ ജാ സക്കെ. അപ്പൊ അവർക്ക് അവരുടെ സത്യസന്ധതയും അവരുടെ ഗ്രീഡിനെസിന്റെയും ഒക്കെ ഒരു പരീക്ഷ നടത്താമല്ലോ, അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തത്. राजा ने एक को छोड़कर अन्य सभी दरबारियों को नकली हीरे क्यों दिए? രാജാവ് ഒരാൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഫേക്ക് ഡയമണ്ട്സ് കൊടുത്തിരിക്കുന്നത്? ഒരാൾക്ക് മാത്രം ഒറിജിനൽ ഡയമണ്ട്സ് എന്തുകൊണ്ടാണ് കൊടുത്തത്? അപ്നെ ഉത്തർ കാ കാരൺ ബി ലിഖിയേ. നിങ്ങളൊരു ആൻസർ എഴുതുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ കൂടി എഴുതണം. राजा ने केवल उस नवयुवक दरबारी को असली हीरा दिया जो ईमानदार था. बाकी दरबारियों को नकली हीरे इसलिए दिए क्योंकि वे केवल दिखावे या लालच में फंस गए थे. നവയുവക് ദർബാരി സത്യം പറഞ്ഞ ആൾക്ക് മാത്രമാണ് അസ്ലി ഹീര ഒറിജിനൽ ഡയമണ്ട്സ് കൊടുത്തത്. മറ്റുള്ളവർക്ക് ഫേക്ക് ആണ് കൊടുത്തത്. കാരണം അവര് രാജാവിനെ വെറുതെ പ്രശംസിക്കാനും വെറുതെ ഷോ ഓഫിനും വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു ആൻസർ ചെയ്തത്. शब्दों से मित्रता. नीचे दिए गए शब्दों को उनके उपयुक्त अर्थों के साथ रेखाएं खींचकर मिलाइए. ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ അതിന്റെ മീനിങ്സും തന്നിട്ടുണ്ട്. മാച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്തേ. വൃദ്ധ്, വൃദ്ധ് എന്ന് പറഞ്ഞാൽ ഓൾഡ്, ഓൾഡ് എന്ന് പറഞ്ഞാൽ ബുദ്ധ, അത് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നിസന്ദേഹ്. നിസന്ദേഹിന്റെ അർത്ഥം എന്തായിരുന്നു? നോ ഡൗട്ട്, സന്ദേഹ് ന ഹോന. ബുദ്ധിമാൻ, വിവേകവാൻ, അതിന്റെ അർത്ഥാണ് ബുദ്ധിമാൻ. ശ്രേഷ്ഠ, ശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ സർവോത്തം. ടെഹർന, രുക്ന. സ്റ്റോപ്പ്. രാജാവിനോട് കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോ പറഞ്ഞു സ്റ്റോപ്പ്, അല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കൂ, ഞാൻ ഉത്തരം തരാം. അപ്പൊ വെയിറ്റ്, സ്റ്റോപ്പ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. इन प्रश्नों के सबसे उपयुक्त उत्तर पर सूरज का चित्र बनाइए. ഇവിടെ ഒരു ക്വസ്റ്റനും കുറെ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ അതിലൊരു സൂരജ് കാ ചിത്ര, സൂര്യന്റെ ചിഹ്നം വരയ്ക്കാം. നവയുവക് ദർബാരി കാ ഉത്തർ സുൻകർ രാജ. ആ ഒരു ദർബാരിയുടെ ഉത്തരം കേട്ടിട്ട് രാജാവ് പ്രസന്ന ഹോ ഗയ, അപ്രസന്ന ഹോ ഗയ, ഹാപ്പി ആയി അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടില്ല. ഭയഭീത് ഹോ ഗയ, പേടിച്ചു പോയി. ചിന്തിത് ഹോ ഗയ, ഭയങ്കര ചിന്തയിലായി പോയി. എന്താണ് ഇതിന്റെ ആൻസർ? പ്രസന്ന ഹോ ഗയ. सबसे अलग उत्तर देने वाले दरबारी के लिए निम्नलिखित में से कौन सा वाक्य सही है? ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞ ആൾ എന്ന് വരുന്ന മീനിങ് ഇതിലേത് ലൈനിലാണ് വേണ്ടത്? വഹ് സദൈവ് ജൂട്ട് ബോൽത്താ. അവര് ഫുൾ ടൈം കള്ളം പറയുന്ന ആളെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. നമുക്ക് വേണ്ടത് സബ്സെ അലഗ് ഉത്തർ, ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞ ആൾ എന്നാണ്, കള്ളം പറഞ്ഞ ആൾ എന്നല്ല. വഹ് രാജാ കെ പുത്ര കാ സലാഹ്കാർ ബന്ന ചാഹതാ ഥാ. ആ ഒരാള് രാജാവിന്റെ ഉപദേശകനാവാൻ വേണ്ടി അയാൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലെ. വഹ് അന്യ ദർബാരിയോൻ സെ അലഗ് ദിഖ്നാ ചാഹതാ ഥാ. അയാൾ അങ്ങനെ ഒരു ഉത്തരം കൊടുത്തത് ഞാൻ മറ്റുള്ളവരിൽ നിന്നും ഡിഫറെന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണോ? ഒരിക്കലും അല്ല. വഹ് ഏക് വിനമ്ര നവയുവക്ത. അയാൾ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള പൊളൈറ്റ് ആയിട്ടുള്ള
ഒരു ജെന്റിൽമാൻ ആയിരുന്നു. സോ ദാറ്റ് ഇസ് ദ ആൻസർ. ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഇടയിൽ വരുന്നുണ്ട്. ചിത്രങ്ങൾ നോക്കി കണ്ടുപിടിക്കുക, അങ്ങനെ പലതും. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇതിന്റെ ലാസ്റ്റിലുള്ള ഒരു ചെറിയ കവിത വേഗം വായിച്ച് അതിന്റെ മീനിങ് നോക്കാം. ഹവ ഓർ ധൂൽ. ഹവ എന്ന് പറഞ്ഞാൽ വിൻഡ് അല്ലെങ്കിൽ കാറ്റ്, ധൂൽ എന്ന് പറഞ്ഞാൽ പൊടിപടലങ്ങൾ. ഹവയുടെയും ധൂലിന്റെയും കവിത എന്ന് വായിക്കാലോ. हवा धूल को छेड़ के भागी, सोती धूल अचानक जागी, उड़ी हवा के पीछे पीछे, हवा हो गई धूल के नीचे. ഹവാ ധൂൽക്കോ ഛേഡ്കെ ഭാഗി. ഹവ വിൻഡ് ആരെ കളിയാക്കിക്കൊണ്ടാണ് ഓടിപ്പോയത്? പൊടിപടലങ്ങളെ കളിയാക്കിക്കൊണ്ട് ഓടിപ്പോയി. വിൻഡ് പൊടിപടങ്ങളുടെ ഇടയിൽ കൂടെ അതിനെ ഒന്ന് ടീസ് ചെയ്തുകൊണ്ട് പോവാണ്. സോത്തി ധൂൽ അതുവരെ ഉറങ്ങിക്കൊണ്ടിരുന്ന പൊടിപടലം അജാനക് ജാഗി പെട്ടെന്ന് എഴുന്നേറ്റു. ഉടി ഹവാക്കെ പീച്ചെ പീച്ചെ കാറ്റ് പോകുന്ന വഴിക്ക് അതിന്റെ കൂടെ തന്നെ പൊടിപടലങ്ങളും പറന്നു പോയി. ഹവാ ഹോ ഗയി ധൂൽ കെ നീച്ചെ. ഫുള്ള് കാറ്റിലും പൊടിയായി. കാറ്റ് ഫുൾ പൊടിയിൽ നിറഞ്ഞ് അതിന്റെ ഉള്ളിലായി പോയി. ധൂൽ ഘോഷ്തി ആംഖോ മീച്ചെ, दाए बाए आगे पीछे, हवा चल रही सांसें खींचे, नीचे नीचे ധൂൽ കെ നീച്ചെ. കാറ്റ് വെറുതെ പൊടിനെ ടീസ് ചെയ്യാൻ പോയതാണ്. ഇപ്പൊ എന്ത് പറ്റി? പൊടി പടർന്നിട്ട് ഫുള്ള് കാറ്റിന്റെ കണ്ണിലും സൈഡിലും ലെഫ്റ്റും റൈറ്റും എല്ലായിടത്തിലും പൊടിയായി. ഹവാ ചൽ രഹി സാസേ ഖീച്ചെ. ഹവയ്ക്ക് അല്ലെങ്കിൽ കാറ്റിനാകെ ശ്വാസം മുട്ടിപ്പോയി. ഫുള്ള് എന്നിട്ട് നീച്ചെ നീച്ചെ പൊടിയുടെ ഉള്ളിലായി പോയി ഇവിടെ കാറ്റ്. ലഗാ ധൂൽ കോ കുച്ച് ഹെ ഗഡ്ബഡ്. അപ്പൊ പൊടിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്തോ ഒരു പ്രശ്നം അതിന് ഫീൽ ചെയ്യാൻ തുടങ്ങി. ധൂൽ ദബ് സെ നീച്ചെ ആയി. ധൂൽ അങ്ങനെ ഹവയുടെ അടുത്തുനിന്ന് താഴേക്ക് വന്നു. ധൂൽ കി ആങ്ക് മേ ധൂൽ ചോക്കർ. അതിന്റെ സ്വയം കണ്ടിൽ തന്നെ പൊടി പോവാൻ തുടങ്ങി. ഹവാ ഹോ ഗയി ഹവാ ഹവായി. അപ്പൊ പൊടിയൊക്കെ മാറി, പൊടി താഴേക്ക് വീണപ്പോ കാറ്റ് മാത്രമായിട്ട് പിന്നെ പറന്നു പോയി. ശ്യാം സുശീൽ അതാണ് ഈ ഒരു കവിതയുടെ ഓഥർ. ഇതിലുള്ള വേർഡ്സിന്റെ അർത്ഥം നമുക്ക് വേഗം ഒന്ന് നോക്കാം. ധൂൽ ഡസ്റ്റ്, ഹവ വിൻഡ് അല്ലെങ്കിൽ എയർ, ഛേഡ്ന ടീസ് ചെയ്യുക ടു ടീസ്, സോത്തി സോത്തി എന്ന് പറഞ്ഞാൽ ഉറങ്ങുമായിരുന്നു അസ്ലീപ്, ജാഗ്ന ടു വേക്ക് എണീറ്റു, ഉഡ്ന ഫ്ലൈ അതിന്റെ കൂടെ പറന്നുപോയി, നീച്ചെ നീച്ചെ എന്ന് പറഞ്ഞാൽ താഴേക്ക് ബിലോ ഡൗൺ, ആംഖേം മീച്ന എന്ന് പറഞ്ഞാല് ടു നാരോ ഐസ് കണ്ണ് തിരുമ അല്ലെങ്കിൽ കണ്ണൊന്ന് ഇങ്ങനെ ചെറുതാക്കുക, നാരോ ചെയ്യുക, ഖോജ്ന ടു സെർച്ച് ലുക്ക് ഫോർ, സാസ് ഖീച്ന ടേക്ക് എ ബ്രെത്ത്, ഗഡ്ബഡ് ട്രബിൾ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് തോന്നി, ദബ്സെ വിത്ത് എ തഡ് സഡൻലി പെട്ടെന്ന്. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ബാക്കിയുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ വരുന്നവരെ ബൈ.